ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ അമൃത്സറിലാണ്. കഴിഞ്ഞ വ്ളോഗിൽ കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഓൾറെഡി അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ കഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ എത്തി. അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അമൃത്സർ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ 2 ദിവസം ബുക്ക് ചെയ്ത്, പക്ഷേ ഒരു ദിവസം ട്രെയിനകത്ത് തന്നെ പോയി ഡിലേ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരു ദിവസം ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ എല്ലാം എക്സ്പ്ലോർ ചെയ്തു. അത് ഞാൻ വഴിയെ കാണിക്കാം. സോ ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ. അങ്ങനെ കുറച്ച് നേരം ഹോട്ടലിൽ റെസ്റ്റ് ചെയ്ത് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി. ആൻഡ് ഫസ്റ്റ് നമുക്ക് കുറേ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ് ഇവിടെ. വാഗാ ബോർഡറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ജലിയൻ വാലാബാഗിൽ പോയി. നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അത്. ഇവിടെ എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യുമായിരുന്നു. എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുമോയെന്ന്, പക്ഷേ ഇത് ആക്ച്വലി ഒരു കോൾഡ് മെമ്മറിയാണ്. ഒരുപാട് ആൾക്കാർ മരിച്ച സ്ഥലമാണിത്. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു തിയേറ്റർ ഉണ്ട്. അവരുടെ ഫുൾ കഥ കാണിക്കും. 10th ഏപ്രിലായിരുന്നു ഇത് നടന്നത്. സോ എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയായിരുന്നു എല്ലാം അവർ കാണിച്ചു. ആൻഡ് ഞാനിതൊക്കെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ പഠിക്കുന്ന സമയത്തൊക്കെ. പക്ഷേ ഞാനിപ്പോൾ ശരിക്കും ഈ സ്ഥലം കണ്ടു. ബുള്ളറ്റ് മാർക്സ്, ബുള്ളറ്റിൻ്റെ ഓരോ സ്പോട്ട്സ് അവരിങ്ങനെ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അകത്ത് തന്നെ ഇതുപോലത്തെ കുറേ വാൾസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ബുള്ളറ്റ് മാർക്സ് ആയിട്ട്. ഇതൊരു വലിയ വെല്ലാണ്. ആക്ച്വലി ഗ്ലാസ് വെച്ച് കവർ ചെയ്തുകൊണ്ട് എനിക്കധികം കാണിക്കാൻ അങ്ങനെ പറ്റുന്നില്ല. പക്ഷെ ഇതൊരു വലിയ വെല്ലാണ്. അന്ന് ജനറൽഡായ ലൈക്ക് ബ്രിട്ടീഷ് ആൾക്കാരൊക്കെ ഗണ്ണ് ഫയർ ചെയ്യുമ്പം ഒരുപാട് ആൾക്കാർ ചാടി മരിച്ചൊരു സ്ഥലമായിരുന്നു ആ വലിയ വെല്ല്. ഇതുപോലെ കുറേ മാർക്സ് ഉണ്ട്, ലൈക്ക് ബുള്ളറ്റ് മാർക്സും അതും ഇത് കുറേ ഉണ്ടായിരുന്നു ഇവിടെ കാണാൻ. അടുത്ത് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോവായിരുന്നു. സോ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകുന്ന മുന്നേ തന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തലയിൽ ഇങ്ങനെ കെട്ടിടണം, അല്ലെ ക്ലോത്ത് വെച്ചിട്ട് കെട്ടണം. അപ്പം എനിക്ക് പഠിപ്പിച്ചു തരായിരുന്നു എങ്ങനെയാണ് കെട്ടണ്ടേന്ന്. അപ്പം എനിക്ക് കെട്ടി തന്നു. നമ്മൾ അകത്ത് കയറിയപ്പോൾ ശരിക്കും ഒരു വേറെ തന്നെ ലോകമായിരുന്നു. ഈ നടുക്കിരിക്കുന്ന ഗോൾഡൻ ടെമ്പിൾ, അതാണ് മെയിൻ ഗോൾഡൻ ടെമ്പിൾ. നടുക്കിരിക്കുന്നത് ഫുൾ സ്വർണ്ണത്തിൽ വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പം വീഡിയോ ഫോട്ടോസ് ഒന്നും അലൗഡ് അല്ല. പക്ഷേ ഞാൻ ജസ്റ്റ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ മാത്രമേ എടുത്തുള്ളൂ. ഞാൻ അകത്തെ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്ത് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ഫേമസ് ആണ് കുൽച്ച. അങ്ങനെ നമ്മൾ കുൽച്ച ട്രൈ ചെയ്യാൻ വേണ്ടി കയറി. ഇവിടെ ഇത്ര ഐറ്റംസേ ഉള്ളൂ, ഇത്രയും വെറൈറ്റീസേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ലസ്സിയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ കുൽച്ച കഴിച്ചു. എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ലൈക്ക് ഞാൻ ഇതുവരെ കഴിച്ചതിനെക്കാട്ടിലും ശരിക്കുള്ള കുൽച്ച എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കഴിച്ചു. അത് ഒറ്റൊരെണ്ണം കഴിച്ചാൽ മതി, വയറ് ഫുൾ നിറയും. ഇവിടുത്തെ സ്പെഷ്യലാണ് മലായി. അങ്ങനെ മലായി കുൽഫി കഴിച്ചു. അടിപൊളി ടേസ്റ്റ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ രാവിലെ ജലിയൻവാല ബാഗും പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ ടെമ്പിളിലും പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. നമ്മൾ മാർക്കറ്റ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കി. പക്ഷേ ഭയങ്കര ചൂട്. കേരളത്തിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒടുക്കത്തെ ചൂട്. ഭയങ്കരമായിട്ട് ഹീറ്റ് അടിച്ചിട്ട് നമുക്ക് തലവേദന എടുത്തു. അതുകൊണ്ട് പെട്ടെന്ന് ഹോട്ടലിലോട്ട് കയറി. നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ. ഷുവർ സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ. അടിപൊളി ഹോട്ടലാട്ടോ. എല്ലാം നല്ല വൃത്തിയാക്കി ക്ലീനാക്കി, എല്ലാം നല്ല സെറ്റപ്പാണ് അകത്ത്. സോ നമ്മൾ വൈകിട്ട് വാഗാ ബോർഡറിൽ പോയിട്ടാണ് തിരിച്ച് വന്നത്. വാഗാ ബോർഡറിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യും. വാഗാ ബോർഡർ മാത്രമല്ല, അവർ വേറെ കുറേ കാര്യങ്ങൾ കാണിക്കും. അങ്ങനെ നമ്മൾ രാത്രി വീണ്ടും ഗോൾഡൻ ടെമ്പിളിൽ കയറി. അകത്ത് പോയി നമ്മൾ പ്രാർത്ഥിച്ചില്ല, കാരണം ഭയങ്കര ക്യൂ ആയിരുന്നു. പക്ഷെ പുറത്തുനിന്ന് കണ്ടു, ശരിക്കും സ്വർണ്ണം തിളങ്ങുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, വേറെ തന്നെ ഒരു ലോകമാണ്.
പിന്നെ അമ്പലത്തിനകത്ത് തന്നെ ഇവർക്ക് പ്രസാദമായിട്ട് അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. 24 hours അവർ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ലങ്കർ ഹാള്. നമ്മളവിടെ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ തൊഴുതിട്ട് വീണ്ടും നമ്മൾ ഹോട്ടലിൽ പോയി. ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര ക്രൗഡായി വൈകിട്ടായപ്പം. സോ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്ത വ്ളോഗിൽ വഴിയെ കാണിക്കാം. അതുവരെയ്ക്കും ബൈ.